വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. നമുക്ക് സ്വിങ്ങിൻ്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സ്വിങ്ങിൻ്റെ കുറച്ച് പോർഷൻസ് നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞതാണ്. എഡബിലിറ്റിയും സ്വിങ്ങും എന്താണെന്ന് നമ്മളൊരു ഡിഫറൻസ് എല്ലാം നോക്കി. എങ്കിലും ഒരു മെയിൻ പോയിന്റ്സ് അല്ലെങ്കിൽ എഡബിലിറ്റി ആൻഡ് സ്വിങ്ങിൻ്റെ കമ്പാരിസൺ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് മെൻഷൻ ചെയ്യാൻ ഇവിടെ. Difference between AWT and swing. In AWT, components are platform dependent, and in swing, components are platform independent. Second point is that AWT components are heavyweight and swing components are lightweight. We already discussed ചെയ്തതാണ് എന്താണ് ഹെവി വെയ്റ്റ് കമ്പോണന്റിന്റെയും ലൈറ്റ് വെയ്റ്റ് കമ്പോണന്റിന്റെയും റീസൺ എന്ന്. അപ്പം സ്വിങ് കമ്പോണൻസ് എന്ന് പറയുമ്പം ലൈറ്റ് വെയ്റ്റ് ആകാനുള്ള മെയിൻ റീസൺ ആ ഓരോ കമ്പോണന്റും പ്ലേസ് ചെയ്യുക ഒരു കണ്ടെയ്നറിലേക്കായിരിക്കും. ഡ്രോൺ ആസ് ഇമേജസ് ഓൺ കണ്ടെയ്നേഴ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് എന്താ പ്രത്യേകത? അതിന് റിസോഴ്സ് യൂട്ടിലൈസേഷൻ വളരെ കുറവാണ് സ്വിങ്ങിന്റെ കേസിൽ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്താ പറയുന്ന സ്വിങ് കമ്പോണൻസ് ആർ ലൈറ്റ് വെയ്റ്റ്. അപ്പം ആ റിസോഴ്സ് യൂട്ടിലൈസേഷനും മെമ്മറിയുടെ യൂട്ടിലൈസേഷനും ഇവിടെ കുറവായതുകൊണ്ടാണ് സ്വിങ് കമ്പോണൻസ് ലൈറ്റ് വെയ്റ്റ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വരാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഓരോ സ്വിങ് കമ്പോണന്റും ഒരു കണ്ടെയ്നേഴ്സിൽ ഇമേജസ് ആയിട്ടാണ് ഡ്രോ ചെയ്യുന്നത്. അപ്പൊ അതിന് സെപ്പറേറ്റ് ഓപ്പറേറ്റിംഗ് പ്ലാറ്റ്ഫോം ആവശ്യമില്ല. അതേസമയം AWT കമ്പോണൻസ് നമ്മൾ ഓരോ കമ്പോണൻസിനും ഒരു ഓപ്പറേറ്റിംഗ് പ്ലാറ്റ്ഫോം ആവശ്യമാണ്. സോ AWT components are heavyweight. And AWT does not support pluggable look and feel and swing support pluggable look and feel. ഇത് നിങ്ങൾ കണ്ടത് തന്നെയാണ്. നമ്മൾ ഔട്ട്പുട്ട് കാണുമ്പോൾ തന്നെ ആ ഡിഫറൻസ് മനസ്സിലാകുന്നതാണ്. AWT provide less components than swing. Swing provides more powerful components such as table, list, scroll pan, color chooser, tabbed pan, etc. ഇപ്പൊ നമ്മൾ AWTയിലെ കമ്പോണൻസിനെക്കാട്ടിയും കൂടുതൽ കുറെ കമ്പോണൻസ് ഉള്ളത് ഇവിടെ ടേബിൾസ് ഉണ്ട്, ലിസ്റ്റ് ഉണ്ട്, സ്ക്രോൾ പാൻ. ഇതെല്ലാം നമുക്ക് സ്വിങ്ങിനകത്ത് മാത്രമുള്ള കുറച്ച് കമ്പോണൻസ് ആണ്. നമ്മൾ ഓൾറെഡി കണ്ട ഒന്നാണ് സ്വിങ് ഫോളോ ചെയ്യുന്നത് MVC മോഡലാണ് അല്ലെ, മോഡൽ വ്യൂ ആർക്കിടെക്ചർ ആണ് സ്വിങ്ങിനകത്ത് ഫോളോ ചെയ്യുന്നത്. AWTയിൽ നമ്മൾ അങ്ങനെ ഒരു ആർക്കിടെക്ചർ അല്ല വിസിബിൾ ആയിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇതാണ് AWTയും സ്വിങ്ങും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. ഓൾറെഡി നമ്മൾ എല്ലാ പോയിന്റ്സും തന്നെ ഡിസ്കസ് ചെയ്തതാണ്. ഇതാണ് അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുക. നമ്മൾ ഹൈറാർക്കി ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് മെൻഷൻ ചെയ്യുന്നതേ ഉള്ളൂ. ഒബ്ജക്റ്റ്, കമ്പോണന്റ്, ദെൻ ജെ കമ്പോണന്റ്, ജെ ലേബിൾ, ജെ ലിസ്റ്റ്, ഇതെല്ലാം തന്നെ. അപ്പൊ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ വിസിബിൾ ആകേണ്ടല്ലേ മനസ്സിലാക്കേണ്ടത്. ഒരു സ്വിങ് കമ്പോണന്റിൽ എന്ന് പറയുന്നത് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ജെ കമ്പോണന്റിൽ നിന്നും. ജെ കമ്പോണന്റ് നേരെ AWT കണ്ടെയ്നറിൽ നിന്നുമായിരിക്കും. അല്ലെ സ്വിങ്ങിന്റെ അല്ലെ ജെ കമ്പോണന്റിന്റെ ബേസ് AWTയിലേക്കാണ് വരിക. അപ്പം എല്ലാ സ്വിങ് കമ്പോണന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതിന്റെ ബേസ് എന്ന് പറയുന്നത് AWTയിൽ നിന്നായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഓരോ കമ്പോണന്റ് ആയിട്ടൊന്ന് നോക്കാം. ഫസ്റ്റ് ജെ പാനൽ. ജാവയുടെ നമ്മൾ ഓൾറെഡി കണ്ട ഒന്നാണ്. പാനൽ ക്ലാസ് AWTയിൽ കണ്ടു. അതുപോലെ അതിനോട് സിമിലർ ആയിട്ട് തന്നെ സ്വിങ്ങിൽ യൂസ് ചെയ്യുന്നതാണ് ജെ പാനൽ. അതൊരു കണ്ടെയ്നർ ആണ്. കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അതിലേക്ക് കമ്പോണൻസ് പ്ലേസ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് കണ്ടെയ്നറിലേക്ക്. അപ്പം ജെ പാനൽ ഈസ് ദ സിംപ്ലസ്റ്റ് കണ്ടെയ്നർ ക്ലാസ് ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് സ്പേസ് ഇൻ വിച്ച് ആപ്ലിക്കേഷൻ ക്യാൻ അറ്റാച്ച് എനി അതർ കമ്പോണന്റ്. ഇറ്റ് ഇൻഹെറിറ്റ്സ് ദ ജെ കമ്പോണന്റ് ക്ലാസ്. പിന്നെയുള്ള പ്രത്യേകത, ഒരു പാനൽ നമ്മൾ എടുക്കുമ്പോൾ, നമ്മൾ AWTയിൽ തന്നെ ഒരു പാനൽ എടുക്കുമ്പോൾ അതിനൊരു ടൈറ്റിൽ ബാർ ഒന്നും കാണില്ല അല്ലെ. ഒരു പാനലിലേക്ക് നമ്മളൊരു ഫ്രെയിമിൽ പാനൽ കൊണ്ട് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ആ പാനലിനെ നമുക്ക് വിസിബിൾ ആയിട്ട് സെപ്പറേറ്റ് കാണുന്നില്ല. നമ്മൾ ആ ഫ്രെയിമിന്റെ കമ്പോണൻസ് അല്ലെ അതിന്റെ കോർണേഴ്സും മിനിമൈസ് ബട്ടണും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ പാനലിന്റെ കേസിൽ അതിന് ഒരു ടൈറ്റിൽ ബാർ ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല. അതാണ് ഡിക്ലറേഷൻ. Public class JPanel extends J component. ഒരു JPanel യൂസ് ചെയ്യുന്ന കൺസ്ട്രക്ടേഴ്സ്. JPanel എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ടർ നമ്മൾ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യും. ഒരു
പുതിയ ജെ പാനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് ജെ പാനൽ കൺസ്ട്രക്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബൂളിയൻ ഈസ് ഡബിൾ ബഫേർഡ് ജെ പാനൽ വിത്ത് ഫ്ലോ ലേഔട്ട് ആൻഡ് സ്പെസിഫൈഡ് ബഫറിംഗ് സ്ട്രാറ്റജി ആണ് സെക്കൻഡ് കേസിൽ. തേർഡിൽ നമ്മൾ പറയുന്നത് പാനൽ വിത്ത് ലേഔട്ട് മാനേജർ ആണ്. ജെ പാനൽ ആർഗ്യുമെന്റ് ആയിട്ട് ലേഔട്ട് മാനേജർ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നു. അതിനെ നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ലേഔട്ട് മാനേജർ അവിടെ വിസിബിൾ ആയിരിക്കും. അതിന്റെ ഒരു സാമ്പിൾ ഔട്ട്പുട്ട് ആണ് പാനൽ. ഇത് ഓൾറെഡി നമ്മൾ AWT-യിലും കണ്ട ഒരു കേസ് തന്നെയാണിത്. ഇതാണ് നമ്മൾ ജെ പാനൽ എന്ന് പറയുന്ന സ്വിങ്ങിന്റെ ഒരു കമ്പോണന്റ് അല്ലെ കണ്ടെയ്നർ ആയിട്ടാണ് ജെ പാനൽ ആക്ട് ചെയ്യുക. ഇനി നമ്മൾ സ്വിങ്ങിൽ ഒരു കമ്പോണന്റ് ക്ലാസ്സിന് യൂസ് ചെയ്യുന്ന കുറച്ച് മെത്തേഡ്സ് ആണ് ഇവിടെ പറയുന്നത്. ഇവിടെ ആഡ് എന്നുള്ളതാണ് മെത്തേഡ്. ആഡിനകത്ത് പാരാമീറ്റർ ആയിട്ട് കൊടുക്കുക കമ്പോണന്റും അതിന്റെ ഒബ്ജക്റ്റും. ഇപ്പൊ ഏത് കമ്പോണന്റ് ആണ് അവിടെ ആഡ് ചെയ്യേണ്ടത് അത് അതിന്റെ ഒബ്ജക്ട് നെയിം ആണ് ഇവിടെ കൊടുക്കുന്നത്. സിന്റാക്സ് നമ്മൾ എഴുതുമ്പോൾ ആഡ് എന്നുള്ളതാണ് പബ്ലിക് വോയിഡ് ആഡ്. ദെൻ സൈസ് സെറ്റ് ചെയ്യാനായിട്ട് വോയിഡ് സെറ്റ് സൈസ് ഇൻറ്റു വിഡ്ത്ത് കോമ ഇൻറ്റു ഹൈറ്റ്. നെക്സ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്ന ലേഔട്ട് മാനേജർ ആയിരിക്കും. സെറ്റ് ലേഔട്ട് മാനേജർ ഏത് കമ്പോണന്റിന്റെ ആണെന്നുള്ള ഒബ്ജക്റ്റ് കൊടുക്കുക. ദെൻ വിസിബിലിറ്റി സെറ്റ് ചെയ്യാം. സെറ്റ് വിസിബിൾ ബൂളിയൻ വാല്യൂ ആണ്, ട്രൂ ഓർ ഫോൾസ് എന്നുള്ളത് സെറ്റ് ചെയ്യാം. ഇത് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന കമ്പോണന്റ് ക്ലാസ്സിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ്. ഇത് ഓൾറെഡി നമ്മൾ AWT-യിൽ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. ആഡ് ചെയ്യാനും സൈസ് സെറ്റ് ചെയ്യാനും സെറ്റ് ലേഔട്ടും സെറ്റ് വിസിബിലിറ്റി സെറ്റ് ചെയ്യാനും എല്ലാം ഇതെല്ലാം തന്നെ നമ്മൾ യൂസ് ചെയ്ത സംഭവങ്ങളാണ്. ബട്ടൺ ആണ് നെക്സ്റ്റ് പറയുന്നത്. ജെ ബട്ടൺ നമ്മൾ ബട്ടൺ AWT-യിൽ യൂസ് ചെയ്യുന്നു. സിംഗിൾ ആവുമ്പോൾ അത് ജെ ബട്ടൺ ക്ലാസ് ആയിട്ടാണ് യൂസ് ചെയ്യുക. അപ്പം പബ്ലിക് ക്ലാസ് ജെ ബട്ടൺ. ഇനി അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കൺസ്ട്രക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ജെ ബട്ടൺ. അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒരു ടെക്സ്റ്റോ ഐക്കണോ ഒന്നും സ്പെസിഫൈ ചെയ്യാതെ ഒരു കൺസ്ട്രക്ടർ ആണ് ജെ ബട്ടൺ എന്ന് പറയുന്നത്. ജെ ബട്ടൺ സ്ട്രിങ് എസ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്താണോ അതിനകത്ത് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് ആ സ്ട്രിങ് ആയിരിക്കും ആ ബട്ടണിലേക്ക് വരിക. നമ്മളിപ്പോൾ ഒരു സം എന്ന് പറയുന്ന ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെ ക്ലിക്ക് എന്ന് പറയുന്ന ഒരു ബട്ടൺ ക്രിയേറ്റ്, ആ ബട്ടണിന്റെ മുകളിൽ ഒരു മെസ്സേജ് വരണമെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് ഇവിടെ കൊടുക്കുന്നു. ഏതെങ്കിലും ഐക്കൺ ആണ് ആ ബട്ടണിൽ വരണമെങ്കിൽ ജെ ബട്ടൺ ഐക്കൺ ആയി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്ന ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഐക്കൺ ആയിരിക്കും ആ ബട്ടണിലേക്ക് ക്രിയേറ്റ് ചെയ്ത് വരിക. നമ്മളൊരു ബട്ടണിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് സെറ്റ് ടെക്സ്റ്റ്. അതെന്തിനായിരിക്കും നമ്മൾ ഇവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന സ്ട്രിങ് എന്താണോ അത് അവിടെ ആ ബട്ടണിൽ സെറ്റ് ചെയ്യുക. ദെൻ ഗെറ്റ് ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ റിട്ടേൺ ടൈപ്പ് സ്ട്രിങ് ആണ്. ആ ബട്ടണിൽ എന്താണോ ക്യാപ്ഷൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ടെക്സ്റ്റ് അതിനെ റിട്രീവ് ചെയ്യുക, ഈ സ്ട്രിങ്ങിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ദെൻ സെറ്റ് എനേബിൾഡ് വേർഡ് സെറ്റ് എനേബിൾഡ് ബൂളിയൻ ബി യൂസ്ഡ് ടു എനേബിൾ ഓർ ഡിസേബിൾ ദ ബട്ടൺ. നമുക്കൊരു ബട്ടണിനെ ചില സമയത്ത് ആക്ടിവേറ്റ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് സെറ്റ് എനേബിൾ ബൂളിയൻ ബി കൊടുക്കുക. സെറ്റ് ഐക്കൺ ബി കൊടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫൈഡ് ഐക്കൺ ആ ബട്ടണിൽ സെറ്റ് ചെയ്യാനായിട്ട്. ഈ ഐക്കണിനെ റിട്രീവ് ചെയ്യാനാണ് ഐക്കൺ ഗെറ്റ് ഐക്കൺ എന്നുള്ളത് യൂസ് ചെയ്യുക. സെറ്റ് ന്യൂമോണിക് ആണെങ്കിൽ ന്യൂമോണിക് ബട്ടണിൽ സെറ്റ് ചെയ്യാനും നമ്മളിത് യൂസ് ചെയ്തിരിക്കുന്ന ഏതാണ് വേർഡ് ആഡ് ആക്ഷൻ ലിസണർ. ആക്ഷൻ ലിസണർ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഇവന്റ് ഹാൻഡ്ലിംഗിൽ ബട്ടൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അവിടെ ഇവന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ യൂസ് ചെയ്യുന്ന മെത്തേഡ് ആഡ് ആക്ഷൻ ലിസണർ എന്നുള്ളതാണ്. ഇത് നമ്മളൊരു ബട്ടണിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ്. ഇതൊരു ബട്ടണിന്റെ എക്സാമ്പിൾ ആണ്. നമ്മൾ ഔട്ട്പുട്ട് കിട്ടുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഒരു ബട്ടൺ കാണുക. ഇവിടെ ഒരു രജിസ്റ്റർ എന്നൊരു ബട്ടൺ ഉണ്ടെങ്കിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ഹിയർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇതെല്ലാം തന്നെ ഒരു ബട്ടൺ എങ്ങനെയാണ് അതിന്റെ ഒരു അപ്പിയറൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ടെക്സ്റ്റ് ഫീൽഡ് ആണ്. ടെക്സ്റ്റ് ഫീൽഡിൽ നിങ്ങൾക്ക് അറിയാം എന്തെങ്കിലും വാല്യൂസ് എൻ്റർ ചെയ്യാൻ, സ്ട്രിങ് ആയാലും ഇൻറ്റിജർ നമ്പർ വാല്യൂസ് ആണെങ്കിലും നമുക്ക് എൻ്റർ ചെയ്യാനായിട്ടാണ് നമ്മൾ ടെക്സ്റ്റ് ഫീൽഡ് യൂസ് ചെയ്യുക. അതിന്റെ കൺസ്ട്രക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ജെ ടെക്സ്റ്റ് ഫീൽഡ് ആണ്. ന്യൂ ടെക്സ്റ്റ് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനകത്ത് എന്തെങ്കിലും സ്ട്രിങ് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടാണ് ഓൾറെഡി ഇനിഷ്യലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജെ ടെക്സ്റ്റ് ഫീൽഡ് സ്ട്രിങ് ടെക്സ്റ്റ് ഈ രീതിയിൽ കൊടുക്കുക. ഇനിയും അതിന്റെ സൈസ് സ്പെസിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ സ്ട്രിങ് കൊടുത്തു, അതിനകത്ത് എത്ര സൈസും കൂടെ സ്പെസിഫൈ ചെയ്യണമെങ്കിൽ ഇവിടെ ഈ ഒരു ആർഗ്യുമെന്റും കൂടെ കൊടുക്കുക, കോളംസ്. അല്ലെങ്കിൽ കോളംസ് മാത്രം കൊടുത്താൽ മതിയെങ്കിൽ ജെ ടെക്സ്റ്റ് ഫീൽഡ് ഇന്റെ കോളംസ് എന്ന് കൊടുക്കുക. അപ്പൊ അത്രയും സൈസിലുള്ള നമ്മൾ എത്ര കോളം സൈസ് കൊടുക്കുന്നു അത്രയും ക്യാരക്ടർ ആയിരിക്കും അതിനകത്ത് എൻ്റർ ചെയ്യാൻ പറ്റുക. ഇതാണ് ടെക്സ്റ്റ് ഫീൽഡ്. പിന്നെ ഇതിനകത്തുള്ള വാല്യൂസ് എപ്പോഴും സ്ട്രിങ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. നിങ്ങളൊരു നമ്പർ ആണെങ്കിലും ടെക്സ്റ്റ് ഫീൽഡിൽ കൊടുത്തു കഴിഞ്ഞാൽ
ന്യൂമറിക് ആയിട്ടല്ല നമുക്ക് ബൈ ഡിഫോൾട്ട് കിട്ടുക, അത് സ്ട്രിങ് ആയിട്ടായിരിക്കും. പിന്നെ നമ്മൾ ഇന്റിജർ അല്ലെ അരിത്തമെറ്റിക് ഓപ്പറേഷൻ വേണമെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്യണം. നമ്മളൊരു പ്രോഗ്രാം ഇവിടെ എക്സാമ്പിൾ കാണിച്ചിരിക്കുകയാണ്. രണ്ട് ടെക്സ്റ്റ് ഫീൽഡിലെ നമ്പേഴ്സ് ആഡ് ചെയ്യുക. നമ്മളൊരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ടെക്സ്റ്റ് ഫീൽഡിലെ നമ്പർ ആഡ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് വേറൊരു ടെക്സ്റ്റ് ഫീൽഡിലേക്ക് വരണം. അപ്പൊ ഇവിടെ ആവശ്യമുള്ളത് സ്വിങ്ങിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ പാക്കേജ് ജാവ എക്സ് ആണ്. ജാവ എക്സ് ഡോട്ട് സ്വിംഗ് ഡോട്ട് സ്റ്റാറിനെ ഇമ്പോർട്ട് ചെയ്യും. പിന്നെ ഇവിടെ ഇവന്റ് ഒക്കറ ചെയ്യുന്നതായതുകൊണ്ട് ജാവ ഡോട്ട് AWT.event യൂസ് ചെയ്യുന്നുണ്ട്. പബ്ലിക് ക്ലാസ് നെയിം കൊടുത്തു. ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് ആക്ഷൻ ലിസണർ ആണ്. കാരണം ഇവന്റ് ഉണ്ടായിരിക്കുന്ന എവിടെയാണ്? ബട്ടണിലാണ്. ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ടെക്സ്റ്റ് ബോക്സിലെ നമ്പറിന്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ ടെക്സ്റ്റ് ഫീൽഡിന്റെ 3 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 3 ഒബ്ജക്റ്റ് ടെക്സ്റ്റ് ഫീൽഡിന്റെ ക്രിയേറ്റ് ചെയ്തു. ബട്ടണിന്റെ 2 ഒബ്ജക്റ്റ്, അതായത് അഡീഷനും സബ്ട്രാക്ഷനും ചെയ്യുന്നത് കൊണ്ടാണ് 2 ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇവിടെ ഒരു കൺസ്ട്രക്ടർ എഴുതുകയാണ്. അത് ഫ്രെയിമിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ടെക്സ്റ്റ് ഫീൽഡ് ഇതെല്ലാം മെമ്മറി അലോക്കേഷൻ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ എല്ലാം സെറ്റ് ബൗണ്ട് ചെയ്യുന്നുണ്ട്. കാരണം ഓരോന്നിനെയും കോളം റോയും സ്പെസിഫൈ ചെയ്ത് പൊസിഷൻ ചെയ്യുകയാണ്. അപ്പൊ ഈ 2-3 ടെക്സ്റ്റ് ഫീൽഡിലെയും ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു തേർഡ് ടെക്സ്റ്റ് ഫീൽഡ് എന്ന് പറയുന്നത് എഡിറ്റബിൾ ഫോൾസ് ആക്കിയിരിക്കുകയാണ്. നമ്മൾ അതിനകത്ത് ബൈ ഡിഫോൾട്ട് അതിനകത്തൊന്നും വാല്യൂ എൻറ്റർ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം 3 ടെക്സ്റ്റ് ഫീൽഡ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബട്ടണിന്റെ ഇതുപോലെ തന്നെ ഒരു ബട്ടണിൽ പ്ലസ് വേറൊരു ബട്ടണിൽ മൈനസും ആണ് ക്യാപ്ഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ബട്ടണിൽ ഒന്നില് പ്ലസും വരും, ഒന്നില് മൈനസും വരും. ഇനിയും ഇവിടെ 2 ആക്ഷൻ ലിസണർ, കാരണം പ്ലസ് എന്ന് പറഞ്ഞാൽ നമ്പർ സം ചെയ്യാനും മറ്റേ മൈനസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സബ്ട്രാക്ട് ചെയ്യാനുമാണ്. രണ്ടും അതുകൊണ്ട് ലിസണറിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. B1നെയും B2നെയും ആക്ഷൻ ലിസണറുമായിട്ട് രജിസ്റ്റർ ചെയ്തു. ഇതിനെ എല്ലാത്തിനെയും തന്നെ ഫ്രെയിമിലേക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ആഡ് ചെയ്തു. പിന്നെ അവിടെ ലേഔട്ട് നള്ളാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കമന്റ് ആണ്. ദെൻ ഇവിടെ വിസിബിലിറ്റി ട്രൂ ആയിട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ മെയിൻ ആയിട്ടുള്ള കാര്യം എഴുതുന്ന എവിടെയാണ്? ആക്ഷൻ പെർഫോംഡ് ആക്ഷൻ ഇവന്റിനകത്ത് നമ്മൾ മെത്തേഡ് എഴുതാൻ പോവുകയാണ്. അതിൽ നമ്മൾ സ്ട്രിങ് S1ലേക്ക് ഈ ഫസ്റ്റ് ടെക്സ്റ്റ് ബോക്സിലെ ടെക്സ്റ്റിനെ എടുത്തു. S2ലേക്ക് സെക്കൻഡിലെയും ടെക്സ്റ്റിനെ എടുത്തു. അതിനുള്ള യൂസ് ചെയ്ത മെത്തേഡാണ് ഗെറ്റ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. TF1 എന്നാണ് ഫസ്റ്റ് ടെക്സ്റ്റ് ഫീൽഡിന്റെ ഒബ്ജക്ട് നെയിം. അപ്പോൾ അതേ ഡോട്ട് ഗെറ്റ് ടെക്സ്റ്റ് എടുക്കുമ്പോൾ ആ വാല്യൂ S1ലേക്കും സെക്കൻഡിനകത്ത വാല്യൂ S2ലേക്കും സ്റ്റോർ ചെയ്തു. പിന്നെ 2 ഇന്റിജർ വേരിയബിൾ എയും ബിയും ഇതിൽ നമ്മൾ റാപ്പർ ക്ലാസ് യൂസ് ചെയ്ത് ഇന്റിജർ ഡോട്ട് പാഴ്സിന്റ് ഓഫ് S1 ദെൻ ഇന്റിജർ ഡോട്ട് പാഴ്സിന്റ് ഓഫ് S2 ഈ 2 യൂസ് ചെയ്ത് നമ്മൾ എയിലും ബിയിലും വാല്യൂസ് സ്റ്റോർ ചെയ്തു. ഇനി അപ്പൊ നമ്മൾ C എന്ന് പറയുന്ന സം സ്റ്റോർ ചെയ്യാനായിട്ടൊരു വാല്യൂ ഇനിഷ്യലൈസ് ചെയ്ത് 0. ഇനി നമ്മളിവിടെ ബട്ടണിൽ ക്ലിക്ക് ചെയ്തോ എന്ന് അറിയണമല്ലോ. അതുകൊണ്ടാണ് ഇഫ് ഗെറ്റ് സോഴ്സ് ഈക്വൽ ടു B1 ആണെങ്കിൽ C ഈക്വൽ ടു A+B, അല്ലെങ്കിൽ എന്താ എൽസ് ഇഫ് ഗെറ്റ് സോഴ്സ് ഈക്വൽ ടു B2, അതായത് B1 എന്ന് പറയുന്ന ബട്ടൺ പ്ലസ് എന്ന് പറയുന്ന ക്യാപ്ഷൻ ഉള്ളതും B2 എന്ന് പറയുന്നത് മൈനസ് എന്ന് പറയുന്ന ക്യാപ്ഷൻ ഉള്ളതുമാണ്. അപ്പൊ നമുക്കിവിടെ സോഴ്സ് എന്തിനാ യൂസ് ചെയ്യുന്നത്? ഏത് ബട്ടണിലാണ് ഏതിലാണ് ഇവന്റ് ജനറേറ്റ് ചെയ്തതെന്ന് അറിയാനാ അല്ലെ. അപ്പം ഗെറ്റ് സോഴ്സ് വെച്ചിട്ട് B1 എന്ന് പറയുന്നതാണ് ഇവിടെ റിട്രീവ് ചെയ്തിട്ടുള്ളതെങ്കിൽ എന്തായിരിക്കും? ഇത് രണ്ടും B1 ഈക്വൽ ആയിട്ട് വരും. അപ്പൊ ഇവിടെ ട്രൂ ആണ്, അതുകൊണ്ട് അത് സം കാണും. ഇനി തിരിച്ചതല്ലെങ്കിൽ എന്താണ്? B2 ആണ് സോഴ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നതെങ്കിൽ നമ്മൾ പ്രസ് ചെയ്തത് മൈനസ് ബട്ടണിലാണ്. കാരണം ലിസണറുമായിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പം ആ ഒബ്ജക്റ്റ് നേരെ അവിടെ എന്തെങ്കിലും ഇവന്റ് ഒക്കർ ചെയ്താൽ നമ്മൾ അവിടെ ലിസണർ ആക്ഷൻ നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്ന ഒബ്ജക്റ്റിലേക്ക് അത് പാസ് ചെയ്യും, ഏതിൽ നിന്നാണ് ഇവന്റ് ഉണ്ടായതെന്നുള്ളത്. അപ്പൊ ഇവിടെ C ഈക്വൽ ടു A-B ആകും. പിന്നെ അപ്പൊ നമുക്ക് ഈ സിയിൽ ഇപ്പൊ എന്തായാലും റിസൾട്ട് ഉണ്ട്. ഇതിനെ നമ്മൾ സ്ട്രിംഗ് ഡോട്ട് വാല്യൂ ഓഫ് കൊടുത്തിട്ടാണ് തേർഡ് ടെക്സ്റ്റ് ഫീൽഡിൽ സെറ്റ് ചെയ്യുന്നത്. കാരണം അതിനകത്ത് എപ്പോഴും സ്ട്രിംഗ് ആയിട്ടാണ് വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നത്. അതിനുള്ള റാപ്പർ ക്ലാസ് ആണിത്, സ്ട്രിംഗ് ഡോട്ട് വാല്യൂ ഓഫ്. ഇത് നമ്മൾ മെയിൻ എഴുതി ജസ്റ്റ് കൺസ്ട്രക്ടർ എഴുതി. ഇത് നമ്മൾ ടെക്സ്റ്റ് ഫീൽഡും ബട്ടണും യൂസ് ചെയ്ത് ഇവന്റ് ഹാൻഡ്ലിംഗ് ചെയ്യാനുള്ള ഒരു സാമ്പിൾ പ്രോഗ്രാം ആണ്. ഇത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. 2 ടെക്സ്റ്റ് ഫീൽഡും അതിനകത്ത് സ്റ്റോർ ചെയ്യുന്നു. വാല്യൂവിന്റെ റിസൾട്ട് മൂന്നാമത്തെ ടെക്സ്റ്റ് ഫീൽഡിലേക്ക് വരും. അഡീഷനും സബ്ട്രാക്ഷനും യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഓക്കെ.